ഹായ് ഫ്രണ്ട്സ്, നമുക്കൊന്നൊരു വചനം വായിക്കാം. അപ്പോൾ മുതൽ യേശു പ്രസംഗിക്കാൻ തുടങ്ങി, മാനസാന്തരപ്പെടുവിൻ, സ്വർഗരാജ്യം സമീപിച്ചിരിക്കുന്നു. ഇത് മത്തായിയുടെ സുവിശേഷം 4-ാം അധ്യായം 17-ാം തിരുവചനമാണ്. വചനം പറയും, നമുക്ക് ശ്രദ്ധിക്കാം. അനുതാപത്തിന് പ്രത്യേക ഊന്നൽ നൽകുന്ന കാലമാണ് നോമ്പുകാലം. പാപബോധവും പശ്ചാത്താപവും പരിഹാര പ്രവൃത്തികളും എല്ലാം യഥാർത്ഥ മാനസാന്തരത്തിൻ്റെ അടയാളങ്ങളായിരിക്കണം. യഥാർത്ഥ മാനസാന്തരം ഉണ്ടാകണമെങ്കിൽ ലക്ഷ്യത്തെയും ആ ലക്ഷ്യം പ്രാപിക്കാൻ ആവശ്യമായ മാർഗത്തെയും കുറിച്ച് വ്യക്തമായ അവബോധം ഉണ്ടാകണം. ദൈവത്തിൻ്റെ മുഖം വഹിക്കുന്ന അവിടുത്തെ സ്നേഹത്തിന് പാത്രമായ മകൻ അല്ലെങ്കിൽ മകൾ ആണ് ഞാൻ. എന്നേക്കും ദൈവത്തോട് ഒന്നിച്ചിരിക്കാൻ വേണ്ടിയാണ് ഞാൻ സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നത്. ദൈവം നൽകിയിരിക്കുന്ന ജീവിത നിയമങ്ങൾക്കനുസരിച്ചുള്ള ജീവിതമാണ് എന്നെ ഈ ലക്ഷ്യത്തിലേക്ക് നയിക്കുക. ഈ അവബോധം നഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ വീണ്ടെടുക്കണം. അതായിരിക്കണം നോമ്പാചരണത്തിൻ്റെ മുഖ്യ ലക്ഷ്യം. വചനം മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. ഓക്കെ, താങ്ക് യു, ബൈ.